മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിനെ 5 വിദ്യാർത്ഥിനികളെ തങ്ങളെ പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞൊരു കള്ളക്കേസ് അന്ന് കൊടുത്തു. 2014 ഓഗസ്റ്റ് 27-നും സെപ്റ്റംബർ 5-നും ഇടയിലാണ് ഈ സംഭവം. 5 കുട്ടികൾ തങ്ങളെ പ്രൊഫസർ ഓഫ് എക്കണോമിക്സ് ആനന്ദ് വിശ്വനാഥൻ പീഡിപ്പിച്ചു എന്നാണ് പരാതിപ്പെട്ടതെന്ന്. ഇപ്പൊ അതിന്റെ യഥാർത്ഥ കഥകളെല്ലാം വെളിയിലോട്ട് വന്നു. ഈ സംഭവം നടന്നത് 2014 ഓഗസ്റ്റിലെ എക്കണോമിക്സ് MA എക്കണോമിക്സിന്റെ 2ാം സെമസ്റ്റർ പരീക്ഷ നടക്കുന്ന സമയം 5 വിദ്യാർത്ഥിനികളെ പ്രൊഫസർ കോപ്പി അടുക്കി പിടിച്ചു. അദ്ദേഹം അപ്പം തന്നെ അത് റിപ്പോർട്ട് ചെയ്തു. 5 വിദ്യാർത്ഥിനികൾക്കെതിരായ റിപ്പോർട്ട് ഇൻവിജിലേറ്റർക്ക്, ആ പരീക്ഷകളെ നടത്തിപ്പുകാരനായ കോളേജിലെ പ്രതിനിധിക്ക്, ഇൻവിജിലേറ്റർക്ക് കൊടുത്തു. അദ്ദേഹം ഈ 5 വിദ്യാർത്ഥിനികളും SFIക്കാരാണ്. അവരെ കോളേജിലെ ലീഡർഷിപ്പും SFI ആണ്. CPMനോടോ അല്ലെങ്കിൽ SFIയോടോ ആഭിമുഖ്യമുള്ള പ്രിൻസിപ്പളും അധ്യാപകരും അവിടെയുണ്ട്. എന്തായാലും കുട്ടികളെ കോപ്പി അടിച്ച് പിടിച്ചതിന് ഇൻവിജിലേറ്റർക്ക് റിപ്പോർട്ട് കൊടുത്ത അദ്ദേഹം അത് പതുക്കി വെച്ചു. ആ ഇൻവിജിലേറ്റർ കൊടുത്ത റിപ്പോർട്ട് മുകളിലോട്ട് പോയില്ല. അതിന് പകരം ഇൻവിജിലേറ്ററും കോളേജ് പ്രിൻസിപ്പളും ചില അധ്യാപകരും ചേർന്ന് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുപ്പിച്ചു പോലീസിൽ. അവര് ആദ്യം കൊടുത്തത് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ അതുപോലെയുള്ള ഭാഗത്തും പരാതി കൊടുത്തപ്പം അത് പോലീസിലേക്ക് വന്നു. ഈ 5 വിദ്യാർത്ഥികളിൽ 4 വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് അതിനകത്ത് സാക്ഷികളായിട്ട് വന്നത് അവിടുത്തെ പ്രിൻസിപ്പളും ചില അധ്യാപകരുമാണ്. പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിനോട് കലിപ്പുള്ള ചില അധ്യാപകർ. അവരെല്ലാം CPM ഫോളോവേഴ്സ് ആയിരിക്കാം സാധ്യത. എന്തായാലും ഈ പാവത്തിനെ 2014 കുരുക്കി. ആദ്യത്തെ 2 കേസുകൾ വിട്ടുപോയി. അടുത്ത 2 കേസുകളിൽ 3 വർഷം ശിക്ഷിച്ചു. അതിന് ഇപ്പൊ അപ്പീലാണ്. സെഷൻസ് കോടതിയിലെ തൊടുപുഴ സെഷൻസ് കോടതിയിൽ അപ്പീൽ കൊടുത്തു. അതിന്റെ വിധി കഴിഞ്ഞ ദിവസം വന്നു 2025. 2014 മുതൽ മനോവേദന അനുഭവിക്കുന്ന ഒരാളെ നമുക്ക് മനസ്സിലായി. ഇപ്പം തന്റെ വിദ്യാർത്ഥികള് താൻ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കള്ളമൊഴി കൊടുത്ത് കേസെടുപ്പിച്ചു. അന്നത്തെ അവിടുത്തെ MLA, മൂന്നാർ MLA ആയിരുന്ന രാജേന്ദ്രൻ, അയാളായിരുന്നു അതിന്റെ പിന്നിലെന്ന് ഇദ്ദേഹം ഇപ്പം പറയുന്നു. അതുകൂടാതെ ഈ വിദ്യാർത്ഥികൾ അവിടുത്തെ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അവരുടെ പെറ്റീഷൻ എഴുതി കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ മൊഴി തയ്യാറാക്കി കൊടുത്തു. അതിന്റെ ആ പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ പരാതി സ്വീകരിച്ചതും ആ പരാതിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്തു. അഡീഷണൽ ചീഫ് എക്സാമിനറായ ആനന്ദ് വിശ്വനാഥിന്റെ റിപ്പോർട്ട് കുട്ടികൾ കോപ്പി അടിച്ചെന്ന് ഇൻവിജിലേറ്റർ പതുക്കി അയാളത് സപ്രസ് ചെയ്തു എന്നുള്ളതാണ്. ഇതിന് ഈ 2 കേസുകളെ 3 വർഷം ശിക്ഷിച്ചപ്പം അതിന് അപ്പീല് തൊടുപുഴ സെഷൻസ് കോടതി കൊടുത്തു. സെഷൻസ് കോടതി ജഡ്ജി അത് പരിശോധിച്ചു. അവര് ഈ കേസിനകത്ത് ഇയാൾ നിരപരാധിയാണെന്ന് കണ്ടെത്തി. അതിനകത്ത് കളി നടന്നത് മുഴുവൻ കോടതിക്ക് മനസ്സിലായി. സത്യസന്ധനായ ഒരു പ്രൊഫസർ, അയാൾ സത്യസന്ധമായി എക്സാമിനേഷൻ ഹാളിൽ പ്രവർത്തിച്ചു. അത് റിപ്പോർട്ട് ചെയ്തു. വിദ്യാർത്ഥികൾ SFIക്കാരാണ്. അവരെ വേണ്ട ഉപദേശം കൊടുക്കുന്ന SFI ആ കോളേജിലെ ലീഡർഷിപ്പിൽ വന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവിടുത്തെ ഇൻവിജിലേറ്റർ SFIക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങി. അവിടുത്തെ പ്രിൻസിപ്പളും അവരുടെ ഇംഗിതത്തിന് വഴങ്ങി. ഒരു രാഷ്ട്രീയപരമായ ഒരു നീക്കം നടത്തി അവിടുത്തെ MLA മുഖേന ആ ലെവലിലെ പാവം പിടിച്ച ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കുരുക്കി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. ആ മൂന്നാർ അന്നിരുന്ന DYSP, അന്നിരുന്ന സർക്കിൾ ഇൻസ്പെക്ടറും അവരും പാർട്ടിക്കാരാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സത്യസന്ധമായിട്ട് അവർ അന്വേഷിച്ചില്ല. രാഷ്ട്രീയ ചായ്വ് എങ്ങോട്ടാണോ അതനുസരിച്ചാണ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇപ്പം കോടതിക്ക് അത് കാര്യങ്ങൾ മനസ്സിലായി.
കോടതി ജഡ്ജി ആ കാര്യങ്ങളെല്ലാം ഊന്നി പറഞ്ഞിട്ടുണ്ട്. 11 വർഷം ആനന്ദ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ പ്രൊഫസർ, എക്കണോമിക്സ് പ്രൊഫസർ മനോവേദന അനുഭവിച്ചു. അദ്ദേഹം ആത്മഹത്യ കഴിഞ്ഞ ഭാഗ്യം. കാരണം അദ്ദേഹം അത് ഫൈറ്റ് ചെയ്തു. സത്യം ഇപ്പം വെളിയിലായി. ഇനി എതിർകക്ഷികൾക്ക് തീർച്ചയായിട്ടും അടുത്ത കേസിലേക്ക് പോകണം. അതിന് ആനന്ദ് വിശ്വനാഥൻ തയ്യാറാകണം. 11 വർഷം അദ്ദേഹം അക്ഷീണം പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും അദ്ദേഹം നിയമത്തെ അദ്ദേഹത്തിന് വളച്ചൊടിച്ചവർക്കെതിരായി പോരാടിയും ഇപ്പൊ ആ നീതി ലഭിച്ചു അദ്ദേഹത്തിന്. അവിടുത്തെ തൊടുപുഴ ജില്ലാ ജഡ്ജി ലൈജു മോൾ ഷെറീഫ് അത് ആ ലേഡിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക്, ആ ജഡ്ജിന് ഇതിനകത്ത് നടന്ന കള്ളക്കളികളെല്ലാം മനസ്സിലായി. അതനുസരിച്ചുള്ള ഒരു വിധിയും വന്നു. ഇനി യഥേഷ്ടം ആനന്ദ് വിശ്വനാഥിന് മുന്നോട്ട് പോകണം. തനിക്കെതിരായിട്ട് കള്ളം കാണിച്ച ഇൻവിജിലേറ്റർ, പ്രിൻസിപ്പള്, തന്നോട് കോടതിയിൽ വന്ന് മൊഴി പറഞ്ഞ 1-2 അധ്യാപകര്, SFIയുടെ അവിടുത്തെ നേതൃത്വത്തിലുള്ളവര്, ഈ 5 പെൺകുട്ടികൾ, അവർക്കെതിരായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം കേസ് കൊടുക്കണം. ക്രിമിനൽ കേസാണ്. കാരണം ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസ് ആണ്, കള്ളമൊഴികളാണ്. അതനുസരിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കള്ളമൊഴികൾ അതേപടി വിശ്വസിച്ചുകൊണ്ട് അവർ കുറ്റചാർജ് ഹാജരാക്കി. അവരും കുറ്റക്കാര് തന്നെ. 8-10 പേരോളം വരും. അവർക്കെതിരെ അതിശക്തമായ നടപടിയിലോട്ട് മുന്നോട്ട് പോകണം. രാഷ്ട്രീയ നേതൃത്വവും അല്ലെങ്കിൽ SFI യൂണിറ്റും ഒക്കെ സത്യക്കേടിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവര് അഴിമതിക്കെതിരായിട്ട് മുന്നോട്ട് വരണം. SFI ഈ അംഗങ്ങളായ 5 വിദ്യാർത്ഥികൾ തെറ്റ് കാണിച്ച തെറ്റെന്ന് പറയാനുള്ള തന്റെ ഇടം വേണം. അതിനു പകരം തെറ്റ് കണ്ടുപിടിച്ച നിരപരാധിയായ ഒരു പ്രൊഫസറെ അദ്ദേഹത്തിനെ ബലിയാടാക്കിയതാണ് നമ്മളിപ്പം കാണുന്നത്. കേരളത്തിലെ ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട്. SFI DYFI പിരിച്ചുവിടണമെന്ന് പല സന്ദർഭത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം കോളേജുകളിലും സ്കൂളിലും കാണിക്കുന്ന അക്രമം, രാസലഹരി ആളുകളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളിലും കോളേജിലും നടക്കുന്നത് കൊണ്ടാണ് SFI DYFI ചില വ്യക്തികൾ കാണിക്കുന്ന വൃത്തികേടിനെതിരായി ശബ്ദിക്കുന്നത്. അതുകൊണ്ട് ഇത് പിരിച്ചുവിടേണ്ടതാണ്. ഒരു സംഘടനയും, വിദ്യാർത്ഥി സംഘടനയും നമുക്ക് ആവശ്യമില്ല. അവര് വെളിയിൽ വിദ്യാർത്ഥി സംഘടനയായിട്ട് നടന്നോട്ടെ. കോളേജ്, സ്കൂൾ, ക്യാമ്പസിനകത്ത് ആവശ്യമില്ല ആണ്. അത് അങ്ങനെ ഒരു സമൂഹം, അങ്ങനെ ഒരു വിദ്യാർത്ഥികളുടെ സമൂഹം കെട്ടിപ്പടുക്കണം നമുക്ക്. ഏതായാലും അധ്യാപകർ ഉൾപ്പെടെയുള്ള പാർട്ടി ചായ്വോടുകൂടി അവരും നിരപരാധിയായ ഒരു അധ്യാപകനെതിരായിട്ട് മൊഴി കൊടുത്തു, വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന്. അതിന് തൊട്ട് മുമ്പ് എന്തായാലും ഇൻവിജിലേറ്റർ ഒരു കഥാപാത്രം അവിടെ ഉണ്ടല്ലോ, അങ്ങേർക്ക് ബോധ്യമായല്ലോ, അവിടുത്തെ അധ്യാപകർക്ക് ബോധ്യമായല്ലോ കുട്ടികൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞൊരു അധ്യാപകനെ ബലിയാടാക്കുകയാണെന്ന്. അതിന് കൂട്ടുനിന്നവര് ഇപ്പം തീർച്ചയായിട്ടും കോടതി അതിനെ ഇൻവിജിലേറ്റർ ഉൾപ്പെടെയുള്ളവര്, കോടതി മൊഴി കൊടുത്തവര്, ആ കേസ് തെറ്റായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ, ഇവരെല്ലാം പ്രതിയാക്കി ആനന്ദ് വിശ്വനാഥ് കേസ് കൊടുക്കണം. അത് ശിക്ഷിക്കും. കാരണം സത്യക്കേടാണ് മുഴുവൻ, വഴിത്താരകൾ മുഴുവൻ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള പൊതുവായി നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ഇത് നമുക്ക് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. അതിശക്തമായ തിരിച്ചടി ഉണ്ടാകണം. 11 വർഷം ആ പാവം അതിന് പിന്നാലെ നടന്ന് വേദനയോടെ അനുഭവിച്ച് ഇപ്പൊ നീതി കിട്ടി കോടതിയിൽ നിന്ന്. എന്തായാലും അവിടെ അദ്ദേഹത്തിനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ആ അഡ്വക്കേറ്റ് അശോകനും ഷാജിയെയും, അതുപോലെ റിജി, പ്രസാദ്, സണ്ണി, പ്രേംജ്, അതുപോലെ അഭിജിത്ത്, ലാൽ, അവരെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ആ അഡ്വക്കേറ്റിനെ കൂടെ അഭിനന്ദിക്കുന്നു. കാരണം സത്യം വെളിയിൽ കൊണ്ടുവരാൻ അവരുടെ ആർഗ്യുമെന്റും സത്യം മുഴുവൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ വക്കീലന്മാരെ കഴിവിനെയും അംഗീകരിക്കാതിരിക്കാൻ നോക്കില്ല. അതുകൊണ്ട് അവർക്കും തീർച്ചയായിട്ടും ഈ പോരാട്ടത്തില് ഒരു പങ്കുണ്ട്. കാരണം സത്യം കോടതി തെളിയിക്കാനായിട്ട് അവർ വാദഗതികൾ ഉന്നയിച്ചു. ഓരോ എവിഡൻസും കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി. കോടതിക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആ വക്കീലന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വക്കീലന്മാർക്കുള്ള കഴിവ്. അതിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും അഭിനന്ദിക്കുന്നു. ഇതുപോലെയുള്ള അഡ്വക്കേറ്റും ഇതുപോലെയുള്ള രീതിയിലുള്ള പ്രകടനമാണ് നമുക്ക് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ ആവശ്യം. സത്യവും നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു സമൂഹം വക്കീലന്മാർ കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും അവര് അങ്ങനെയുള്ളവര് ഇതുപോലെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരികയും, ഇതുപോലെ ഈ SFI അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഒരു കൊടിയുടെ കീഴിൽ കൊണ്ടുവന്ന് വെച്ച് ചില വൃത്തികേടുകൾ കാണിക്കുന്ന ഈ വിദ്യാർത്ഥികൾ, അവരിപ്പോ 2014 ആയപ്പോ 11 വയസ്സോടെ അവർക്ക് പ്രായമായിട്ടുണ്ട്. അന്ന് 18 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 20 വയസ്സുണ്ടാവും. ഇപ്പൊ അവർക്ക് 30-31 വയസ്സ് എവിടെയെങ്കിലും ജോലിയുണ്ടാവും. അവരെ ഒന്നും വിടാൻ പാടില്ല. സത്യത്തിന് വിരുദ്ധമായി
ഒരാളെ അവമാനിക്കുക മാത്രമല്ല അയാൾ ആത്മഹത്യയിലേക്ക് നയിക്കാൻ തക്ക രീതിയിലുള്ള കുറ്റാരോപണം നടത്തിയവരാണ് ആ പെൺകുട്ടികൾ. അവരെയും ഇതിനകത്ത് 1, 2, 3, 4 പ്രതികളാക്കണം. ഒരു കുട്ടി മാത്രം ആ കേസുമായിട്ട് പോയില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും 4 വിദ്യാർത്ഥിനികൾ ഈ കള്ളക്കേസിന് കൂട്ടുനിന്ന് അവരുടെ മൊഴി അടിസ്ഥാനത്തിലെ പാവം പിടിച്ച അധ്യാപകനെ ശിക്ഷിച്ചത്. അതുകൊണ്ട് അവരോട് ഒരു മമതയില്ല. ആ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവന്നതിന്റെ കുഴപ്പം തന്നെയെന്നേ പറയാൻ നോക്കുള്ളൂ. കാരണം ഇതുപോലെ സത്യക്കേട് ഗുരുനാഥനെയാണ് അവര് മാനസികമായി അദ്ദേഹത്തിനെ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് അവരോടും ഒരു ക്ഷമയും ഉണ്ടാകാൻ ആരും കൊടുക്കാനും പാടില്ല. ആ വിദ്യാർത്ഥിനികളെയും അവരോട് കൂട്ടുനിന്ന അവിടുത്തെ MLAയും അവിടുത്തെ പാർട്ടി ഓഫീസിൽ ആരാണ് ആ പരാതി എഴുതിയത് ആ കയ്യക്ഷരത്തിന്റെ ഉടമയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഇൻവിജിലേറ്ററും അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ 1, 2 അധ്യാപകരും അവരും ഈ കേസിനകത്ത് പ്രതിയാക്കി തന്നെ വേണം ഈ ആനന്ദ് വിശ്വനാഥൻ മുന്നോട്ട് പോകാൻ എന്നാണ് എൻ്റെ അഭിപ്രായം.